ട്രെയിൻ ഇപ്പോൾ വഡോദര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വഡോദര ഇനി ഇവിടുന്ന് നേരെ അഹമ്മദാബാദിൽ പോവും. അഹമ്മദാബാദിൽ ഞങ്ങൾ ഇറങ്ങും. എന്നിട്ട് ഇന്ന് ഒരു പകൽ മൊത്തം അവിടെ കറങ്ങിയിട്ട് രാത്രി 10 മണിയോടുകൂടി വേറൊരു ട്രെയിനിൽ ഗുജറാത്ത് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഗുജറാത്ത് മെയിൽ എന്ന് പറഞ്ഞ ട്രെയിനിൽ തിരിച്ച് വഡോദരയിലേക്ക് തന്നെ വരും. വഡോദരയ്ക്ക് വെളുപ്പിന് 1 മണിയാവും എത്തും കേട്ടോ. ഇന്നിവിടെ റിട്ടേൺ റൂം എടുക്കും. അതിന് ശേഷം നല്ല തണുപ്പാണ് കേട്ടോ. മൂന്നാറിലൊക്കെ പോയ മാതിരി നല്ല തണുപ്പാണ്. പുറത്ത് കുറേ നേരം നിന്നാൽ വിറയ്ക്കും. 6:40 എത്തേണ്ട ട്രെയിൻ 3 മിനിറ്റ് നേരത്തെ എത്തി കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് ഇപ്പോൾ 3 മിനിറ്റ് നേരത്തെ എത്തിയേക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. അഹമ്മദാബാദ് എത്തി. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്, വിറച്ചിട്ട് പാടില്ല. അവിടെ വന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു തൊട്ടപ്പുറം ഒരു സ്വാമിനാരായണ ടെമ്പിൾ ഉണ്ട്, അവിടെ ഒന്ന് പോകണം. അതിനുശേഷം റോയൽ പ്രദേശിൻ്റെ ബൈക്ക് നെഹ്റു ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റോയൽ പ്രദേശിൻ്റെ ബൈക്ക് റെൻ്റലുണ്ട്. അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് വേണം പിന്നെ കറങ്ങാനായിട്ട് പോയാൽ. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി തൊട്ടപ്പുറം ഒരു ടെമ്പിൾ ഉണ്ട്, പാപ്സ് സ്വാമിനാരായണ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്, അവിടെ ഒന്ന് പോകണം കേട്ടോ. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. 24 മണിക്കൂർ 15, പിന്നെ ലോക്കറിന് 20, അങ്ങനെയാണ് ചാർജ് ഇവിടെ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഈ ഞങ്ങളുടെ ലഗേജ് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. നമ്മുടെ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ തൊട്ടടുത്തുള്ള സ്വാമിനാരായണ ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്, അധികം ഓട്ടോയാണ് കേട്ടോ. കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ്. ഞങ്ങളിപ്പോൾ ഇവിടെ അഹമ്മദാബാദ് സ്വാമിനാരായണ ടെമ്പിളിൻ്റെ മുമ്പിൽ എത്തിയിട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ നട തുറന്നിട്ടുണ്ടായില്ല കേട്ടോ. ഒരു ഡേറ്റ് അല്ല, 2-3 പ്രതിഷ്ഠകളുണ്ട് ഇവിടെ, 3-4 പ്രതിഷ്ഠയുണ്ട്. നമുക്കിവിടെ അവിടുത്തെ മാതിരി നട ഇങ്ങനെ അടച്ചു വെച്ചേക്കില്ല, കർട്ടൻ ഇട്ടേക്കാണ് കണ്ടോ. പയറും ഉഴുന്നും ആണെന്ന് തോന്നുന്നു, പയറും ഉഴുന്ന്, പിന്നെ വേറെ എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊരു വലിയൊരു പാത്രം മാതിരി ഇങ്ങനെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ വഴിപാടാണെന്ന് എനിക്ക് തോന്നുന്നു. നട തുറക്കുമ്പോൾ 8 മണിയാവും. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി തൊട്ടടുത്തുള്ള റോയൽ പ്രദേശ് എന്ന് പറഞ്ഞ ബൈക്ക് റെൻറ്റിൽ പോയിട്ട് നമുക്ക് ബൈക്ക് റെൻ്റ് എടുക്കാനുണ്ട്. ഇവിടെ ബൈക്ക് റെൻ്റ് എടുക്കാനായിട്ട് ഈ റോയൽ പ്രദേശിൻ്റെ ഓഫീസിൽ വന്നതാണ്. അപ്പോൾ അത് തുറന്നിട്ടില്ല, ഇതുവരെ തുറന്നിട്ടില്ല. 10 മണിയാവുന്നൊക്കെയാണ് ഇവർ ചോദിച്ചപ്പോൾ പറയുന്നത്. 9 മണിക്ക് തുറക്കുമെന്നാണ് അവിടെ എഴുതിയേക്കണത്. അത് ഞാൻ ഇവിടെ നമ്മൾ കടയിൽ ചായ കുടിച്ചാൽ ചായ കപ്പിൻ്റെ വലിപ്പം നോക്കാം. ഞങ്ങളെപ്പോഴേ റോയൽ പ്രദേശിൽ ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടോ. ആ പേയ്മെൻറ്റിന് കുറച്ച് വിഷയങ്ങൾ കാരണം കുറേ സമയം വീഴും, 1/2 മണിക്കൂർ പോയി കിട്ടി. ഇപ്പോൾ ഞങ്ങൾ എവിടെ നിൽക്കണമെന്ന് അറിയുമ്പോൾ ഞങ്ങളിപ്പോൾ ഇത് സബർമതി ആശ്രമത്തിലില്ല, ഗാന്ധി ആശ്രമത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറം കണ്ടോ, സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രോജക്റ്റാണ്, മോദിയുടെ പ്രോജക്റ്റ്. അടിപൊളിയായിട്ട് ഒരു വേസ്റ്റായിട്ട് കിടന്ന ഒരു ലാൻഡാണ് ഇത്. മൊത്തം ഈ രീതിയിൽ അങ്ങറ്റം 1 കിലോമീറ്ററോളം അതിങ്ങനെ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സബർമതി റിവർ. ഇതിൻ്റെ കരയിലുള്ളതായതുകൊണ്ടാണ് ആ ആശ്രമത്തിന് സബർമതി ആശ്രമം എന്ന് വരുന്നത്. നേരെ ആ ഭാഗത്തായിട്ടാണ് സബർമതി ആശ്രമം. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാണ് കേട്ടോ ഗാന്ധി ആശ്രമത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഇത് അവിടെയാണ് എൻട്രൻസ്, ആ ഭാഗത്താണ് എൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ റോഡ് അത്ര ഏരിയ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാം കേട്ടോ. ഗാന്ധി ആശ്രമത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു കേട്ടോ. ഇത് കയറുമ്പോൾ തന്നെയുള്ള കാഴ്ച ഇതാണ് കേട്ടോ. തൊട്ടപ്പുറം കാണുന്ന സബർമതി റിവർ. ഇതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ള ബിൽഡിങ്. ഇത് കണ്ടോ, നമ്മൾ ഗേറ്റിൽ നിന്ന്, അതാണ് ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ബിൽഡിങ് ഇതാണ് കേട്ടോ. ഇതൊരു നന്ദിനി എന്നുള്ളൊരു ഗസ്റ്റ് ഹൗസ് ആട്ടോ. ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. ഒരുപാട് വലിയ ആളുകളൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടോ അതിൻ്റെ അത് എഴുതിയേക്കണം എന്താ വെച്ചാൽ ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ ഒത്തിരി വലിയ ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗസ്റ്റ് ഹൗസ്, ഇതൊരു ഇതുണ്ടോ കോട്ടയാട് മാതിരി. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ സബർമതി റിവറിലേക്ക് നേരെ ഇറങ്ങി പോവാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഇപ്പോൾ കണ്ട ഗസ്റ്റ് ഹൗസ്
അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഗ്രൗണ്ടിലെ മൊത്തം കാഴ്ചകൾ. ഗാന്ധി താമസിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിലാണ്, അവിടെ ആ വീട്ടിൽ. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സബർമതി കണ്ടോ. ഇവിടെ മധുരയിൽ ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോൾ ഒരു കുട്ടി ആ ഗാന്ധിജിയുടെ വടി പിടിച്ച് വലിച്ചു പോകുന്ന ഒരു രംഗം ഉണ്ടായില്ലേ, അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ മൊത്തം ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗാന്ധി താമസിച്ചിരുന്ന സ്ഥലം. ഇത് ഇവിടെയാണ് ഗസ്റ്റ് ഹൗസ്. ഇത് എൻട്രൻസിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ തന്നെ ഗാന്ധി താമസിച്ച ഗസ്റ്റ് ഹൗസ്. അവിടെ നിന്ന് നേരെ കാണുന്നതാണ് ഗാന്ധിയുടെ വീട്. ഉണ്ടോ, ഇതാ കാണുന്നതാണ് ഗാന്ധിജിയുടെ വീട്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഖാദി ഷോപ്പ്, ബുക്ക് ഷോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണുന്നത്. പിന്നെ ഇത് കണ്ടോ, ഡിജിറ്റൽ ഓഡിയോ ഗൈഡ് കിട്ടും കേട്ടോ നമുക്കിവിടെ. ഇത് കണ്ടോ, ആശ്രം ഡിജിറ്റൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സൈറ്റ് യുവർ ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ ആ സൈറ്റിൻ്റെ പറ്റി നമ്മൾ ചോയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഗൈഡ് കേൾക്കാം. ഇവിടെ ഒരു സ്കൂൾ കുട്ടികളുടെ ടൂർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണാണ് ഗാന്ധിജി താമസിച്ചുകൊണ്ടിരുന്ന വീട് കേട്ടോ. ഗാന്ധിജിയും കസ്തൂർബായും താമസിച്ചുകൊണ്ടിരുന്ന വീട് ചെറുതാണ്, വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടോ, ഇതല്ല കേട്ടോ, ഇത് വിനോബ കുട്ടീറാണ്. വിനോബ താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഇത്. ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ റൂം, 2 വാതിലുണ്ട്, ഒരൊറ്റ റൂമാണ്, 2 വാതിലുണ്ട്, അത്ര തന്നെ. ഇവിടെ നിന്ന് തിരിഞ്ഞതാ കാണുന്നതാണ്. ഇതാണെന്നുണ്ട് ഇതാണ് സബർമതി ആശ്രമം, ഗാന്ധി താമസിച്ച വീട്. നമ്മൾ പല സ്ഥലത്തും ഫോട്ടോയിൽ കണ്ടിട്ടുള്ള വീട്. ഇതാണ് കേട്ടോ ഗാന്ധി ആശ്രമം. നമ്മളിതാ ഗാന്ധിയൊക്കെ നെഹ്റു ഒക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഇതിന് ഇവിടെ ഇട്ടേക്കുന്ന പേര് ഹൃദയ് കുഞ്ച് എന്നാട്ടോ. ഇതിൻ്റെ പേര് ഹൃദയ് കുഞ്ച്. 1918 മുതൽ 1930 വരെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിയും കസ്തൂർബാ ഗാന്ധിയും. അതിനുശേഷം 1930 ഇവർ ദണ്ഡിയാത്ര ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര സ്റ്റാർട്ട് ചെയ്തത്. ദണ്ഡിയാത്ര സ്റ്റാർട്ട് ചെയ്തതോടുകൂടി കുറേ ആൾക്കാർ അറസ്റ്റിലായി, ഗാന്ധിജി എല്ലാവരും അറസ്റ്റിലായി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ ആശ്രമം സീസ് ചെയ്തു. അതിനുശേഷം ഗാന്ധി വീണ്ടും ഇത് തിരിച്ചു കിട്ടാൻ ശ്രമിച്ചെങ്കിലും പിന്നെ കൊടുത്തില്ല. അവസാനം ഗാന്ധിജി ഇനി ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരും ഈ ആശ്രമത്തിലേക്ക് ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധി ഈ ആശ്രമം ഉപേക്ഷിച്ച് പോകുമായിരുന്നു. അകത്തേക്ക് ഇറങ്ങി ചെരുപ്പ് പുറത്ത് ഊരിയിടണം കേട്ടോ. ഇപ്പം നല്ല കാറ്റാണ്, നല്ല കാറ്റുണ്ട്, കാറ്റിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി നോക്കട്ടെ. ഫ്ലോറൊക്കെ ഇതുണ്ടോ, കല്ലാണെന്ന് തോന്നുന്നു, കല്ല്. പഴയ ഫ്ലോർ, വേറെ വ്യത്യാസമൊന്നുമില്ല, പണ്ടത്തെ അതേ ഫ്ലോർ തന്നെ. ഇതുണ്ടാവും വന്ന സ്കൂൾ കുട്ടികൾ വന്നെല്ലാം അവിടെ യാർഡിൻ്റെ അകത്തൊരു ഫോട്ടോ എടുക്കണ്ട, യാർഡിൻ്റെ അകത്ത് ഇരുന്നെല്ലാം അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ. ഇതാണ് അതിൻ്റെ അകത്ത് കാഴ്ച കേട്ടോ. ഇതുപോലെ ഒരു 4 കെട്ടല്ല, 3 കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത്രേ ഉള്ളൂ, 3 കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നടുക്കുള്ളൊരു നടുമുറ്റാണിത്. ഇതിൻ്റെ അകത്തുണ്ടാവും കുറച്ച് പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ അത്, കിണ്ടിയാണല്ലോ, കിണ്ടി. പിന്നെ വേറെ എന്തോ ചർക്ക, അത് ചർക്കയാണ് കേട്ടോ, ചർക്ക. ഇവിടെ കണ്ടോ കുറച്ച് ബോൾസ്. പിന്നെ ഇത് ഗാന്ധിജിയുടെ മെതിയടി, കണ്ണട കണ്ടോ, സ്പൂണുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടോ. കുറേ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നോക്കണ്ടേ. രഞ്ജിനി അവിടെ നിന്ന് കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്തൂർബാ ഗാന്ധി താമസിച്ചുകൊണ്ടിരുന്ന റൂമാണ് കേട്ടോ ഇത്. ഒന്നുമില്ല, വെറുതെ അതിൻ്റെ അകത്ത് യാതൊന്നുമില്ല കേട്ടോ, വെറുതെ ഇട്ടേക്കാണ്. അതാണ് കസ്തൂർബാ റൂം. ഇത് ഗസ്റ്റ് റൂം കേട്ടോ. ഗസ്റ്റ് റൂമും ഒന്നുമില്ല, പ്ലെയിനായിട്ട് ഇട്ടേക്കാൻ. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, കാണാനും ഒന്നുമില്ല. ഇവിടെ മഹാത്മാഗാന്ധിജിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ക്രോണോളജി ഇവിടെ അങ്ങനെ ഓരോ വർഷവും കണ്ടവിടെ. വർഷം 1969, ബോൺ പോർബന്ദർ, ഗുജറാത്ത്, ഏജ് 7 എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
താഴേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാണാൻ പറ്റും. മഹാത്മാഗാന്ധിജിയുടെ ക്രോണോളജി മൊത്തം അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ആദ്യം കാണിച്ച റൂമില്ലേ, അത് കിച്ചണായിരുന്നു കേട്ടോ. അവിടെ കിച്ചൺ എഴുതിയിട്ടുണ്ട്. ആദ്യം കാണിച്ചത് ഇത് കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാന്ന് തന്നെ അടുപ്പ്. ഇവിടെ ഇറങ്ങുന്നു തന്നെ അടുപ്പ്. ടീച്ചർ കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കട്ടെ. കുട്ടികളെല്ലാം തൊഴുതിരിക്കുകയാണ്. ഇവിടെ ഒരു റൂം ലോക്ക് ചെയ്ത് ഗ്രില്ല് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ ഗാന്ധിജിയുടെ റൂം. അവിടെ ഗാന്ധിജിയുടെ ചർക്കയിരിപ്പുണ്ട്. ഗാന്ധി ഇരിക്കാറുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയാണ് വിസിറ്റേഴ്സൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ഓരോന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രപ്രധാനമായ പല തീരുമാനങ്ങളും ഈ റൂമിൽ നിന്നാണ് വന്നത്. ഈ റൂമിൽ നിന്ന് ഇതാണ് ലോക്ക് ചെയ്തേക്കാം, ഗ്രില്ലിട്ട് ലോക്ക് ചെയ്തേക്കാണ്. ഇതാണ് ഗാന്ധിയുടെ റൂം. ഇതിൻ്റെ പുറകിൽ അവിടെയാണ് കസ്തൂർബായുടെ റൂം. അതിൻ്റെ അപ്പുറയാണ് അതാണ് ഇവിടെ കിച്ചൺ. അവിടെ വിസിറ്റേഴ്സ് റൂം. ഇത് എൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഇറയും. ഇത് അവിടെ ഇതാണ് സബർമതി റിവർ ഫ്രണ്ട്. വെറും അഴുക്ക് ചാലായിട്ട് കിടന്നിരുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങ് അറ്റം മുതൽ കണ്ടത് എന്ത് ഭംഗിയായിട്ടാണ്. അങ്ങ് ദൂരേക്ക് ഇട്ടത് കണ്ട, അങ്ങ് ദൂരേക്ക് ഇട്ട അങ്ങ് അറ്റം വരെ ഉണ്ട്. അവിടെയാണ് ഒരു അടൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പുതിയ ബ്രിഡ്ജ് പണിതിട്ടില്ല. വൈകുന്നേരം നമ്മൾ പോകണ്ട അങ്ങോട്ടേക്ക്. ഇതാണ് കേട്ടോ ഗാന്ധി താമസിച്ചിരുന്ന ഇവിടെ. അതിൻ്റെ പുറവശമാണ് ഇത്. ഒരു 3 കെട്ടായിട്ടുള്ള അതിൻ്റെ നടുമുറ്റത്തേക്കുള്ള ഗേറ്റാണത്. കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ലൈബ്രറി ഉണ്ട്, അങ്ങനെ മ്യൂസിയം ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. സമയം ഉണ്ടാവില്ല ഇതെല്ലാം കാണാനായിട്ടാണ് കുഴപ്പം. ഞങ്ങൾക്ക് ബൈക്ക് കിട്ടാൻ വൈകിപ്പോയി. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ ചർക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചർക്കയുടെ വലിയൊരു രൂപം. ഇതൊരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഇവിടെ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഈ പേപ്പർ കട്ടിങ്ങുകളുടെ കുറേ ഇതിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊരു വലിയ കോംപ്ലക്സാണ്. ആ കോംപ്ലക്സ് നിറച്ച് ഇതുമാതിരി ഇങ്ങനെ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട കുറേ പേപ്പർ കട്ടിങ്ങുകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടെടുത്ത ഫോട്ടോയും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചേക്കുന്നത്. ഇതുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, ഇത് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിക്ചേർഡ് ആണെങ്കിലും തൊട്ടിപ്പുറത്ത മിനിയേച്ചർ രൂപമാണ്. ഗാന്ധിജി ഉപ്പു പറഞ്ഞൊരു മിനിയേച്ചർ രൂപം. തൊട്ടപ്പുറം ജവഹർലാൽ നെഹ്റു ഉണ്ട്, പിന്നെ ഉരുക്കു മനുഷ്യനുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. ഇതൊരു മിനിയേച്ചർ രൂപമാണ്. ഇതിനകത്ത് സാൻഡില ഉപ്പ് എടുക്കുന്നതാണ്. ദണ്ഡിയാത്രയാണ് കാണിച്ചേക്കുന്നത്. ദണ്ഡിയാത്രയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഈ ആശ്രമം ഉപേക്ഷിച്ച് പോയത്. ഇതിൻ്റെ അകത്ത് ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ടൂർ വന്ന കുട്ടികൾ ഇതൊക്കെ ഓടി നടക്കുന്നുണ്ട്. തകർക്കണം എല്ലാവരും. പത്ത് 37 ഇതിനകത്ത് വന്നത്. ഇപ്പോൾ 11:24 11:25 അത്ര സമയം എടുത്തു ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. ഇനി സമയമില്ല, ഇനി പോകണം. ഇനി അതിലജ് സ്റ്റെപ്പ് വില്ലുണ്ട്. അതിലജ് സ്റ്റെപ്പ് വില്ല് അത് ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അപ്പുറമുണ്ട്. ഇത് കണ്ടോ, ഗുജറാത്തിലെ ഒരു റോഡ്. ഇതിൻ്റെ 6 വരിയാണ്. 6 വരിയുടെ നടുക്കക്കട വേറൊരു വരി കൂടെ ഉണ്ട്. നടുക്കക്കട കണ്ടോ, ഒരു വരിയുണ്ട്. ആ ഒരു ബസ്സിന് മാത്രമുള്ളതാണ് കേട്ടോ, സർവീസ് മാത്രമുള്ളത്.
ബസ് നിർത്താനുള്ളതാണ്. ഒരു ബസ് ഒന്നും നിർത്തണുണ്ടാവില്ല, ഒരു ബസ് ഒന്നും നിർത്തണുണ്ടാവും. ആ ബസ്സിന് നിർത്താനുള്ള ബസ് സ്റ്റോപ്പാണ് റോഡിൻ്റെ നടുക്കേക്കൂടെ ബസ്സിന് മാത്രം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ട്രാഫിക്കിനൊക്കെ സ്പീഡിന് നമുക്ക് ബസ്സിൽ കയറി തന്നെ പോകാൻ പറ്റും. എന്താ ബസ് അവിടെ നിർത്തി ആളെ കയറ്റി പോയി. അതിലജിനിക്ക് വാവ് അങ്ങനെ ഒരു 3 വാവ് അടുത്തടുത്തുണ്ട്. ഒരു 3 വാവ് എന്ന് പറഞ്ഞാൽ വലിയ പടിക്കിണർ. ഒരു 3 വാവ് ഇത് എവിടെയാണ് കാണുന്നത്? അതൊരു അമ്പലമാണ് കേട്ടോ. ഈ ഭാഗത്താണ്. ഇതിനാണ് എൻട്രൻസ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എൻട്രൻസ് അതിലജിനിക്ക് വാവ് എന്ന് പറഞ്ഞൊരു വാവുണ്ട്. അതാണ് ഏറ്റവും ഫേമസ്. അതിലൊരു സാഡ് സ്റ്റോറിയൊക്കെ ഉള്ളതാണ്. ടിക്കറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. 25 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഫോറിനേഴ്സിന് 300 രൂപ. ഗാന്ധി ആശ്രമത്തിൽ ടിക്കറ്റ് ഉണ്ടായില്ല, ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഫോറിനേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതാണ് കേട്ടോ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞാൽ പഠിക്കേണ്ടത്. അത് നല്ല ആഴമുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്ത് എൻട്രൻസിൽ തന്നെ ആ ഭാഗത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടത്. ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വെള്ളം കാണുന്നവരെ താഴേക്ക്. പണ്ട് രാജാക്കന്മാർ പ്രജകൾക്ക് വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി ചെയ്തൊരു സംവിധാനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസൈനും കൊത്തുപണികളൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും ഇത് ചെയ്യണത്. ഇപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇതുണ്ട്, ഇതിൻ്റെ വർക്ക് കണ്ടോ? ടാറ് വർക്കാണ്, ഭയങ്കര വർക്കാണ്. എല്ലാം കല്ലാണ് കേട്ടോ, മൊത്തം കല്ലാണ്. ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകും. ഉണ്ടോ? അങ്ങ് അറ്റം വരെ ഉണ്ട്. അത് ഞാൻ താഴേക്ക് ഇറങ്ങി അങ്ങ് പോകുമ്പോൾ ദൂരേക്ക് പോകുമ്പോൾ അവിടെ കിണറാണ് കേട്ടോ. അടുത്ത നമ്മളിപ്പോൾ ഇത് ഒരു പോർഷൻ ഇറങ്ങി വന്നു കേട്ടോ. അത്രയും. ഇനി ഇത് താഴേക്ക് അടുത്ത പോർഷൻ ഇത് വീണ്ടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇത് കണ്ടോ, ഇത് മേലേക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ വർക്കുകൾ. ഒരു വെള്ളം എടുക്കാനുള്ള കിണറിന് വേണ്ടിയുള്ള വർക്കാണ്. പണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് ഇതൊക്കെ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. പുറത്ത് ഓൾറെഡി തണുപ്പുണ്ട്, പക്ഷെ താഴേക്ക് ഇറങ്ങി വരുന്നവർ നല്ല തണുപ്പാണ് കേട്ടോ. അതേ താഴെ വെള്ളം കാണാം കേട്ടോ. വെള്ളമുണ്ട്. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നു. ഒരു 3 ലെയർ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും താഴേക്ക് ഉണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് ഇതുണ്ടോ, കല്ലും കൊണ്ടായി പണിതേക്കണം. മൊത്തം കോൺക്രീറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതെങ്ങനെ തൂണ് വച്ചേക്കണുണ്ടോ? ഒരു തൂണിന് ഇത് ഒരു തൂണ് അങ്ങനെ താഴേക്ക് പോണേക്കോ. ഇത് കണ്ടോ, ഇത്രയും ഒരു പീസ് താഴേക്ക്, ഇത് വേറെ പീസ്, അങ്ങനെ ഇത് കണ്ടോ നമുക്കവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴെ എത്തിയിട്ടോ. ഉണ്ടോ, താഴെ വെള്ളം കാണാം നമുക്ക്. നമ്മളിപ്പോൾ അങ്ങ് ദൂരെ അവിടെ നിന്നുണ്ടോ വന്ന് മറ്റത്തുനിന്ന് കണ്ടോ, ദൂരെ വന്ന് താഴേക്ക് ഇറങ്ങി ഇവിടെ എത്തി. നേരത്തെ ഒരു സാഡ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഇതാട്ടോ. 15-ാം നൂറ്റാണ്ടിലെ ഹിന്ദു ഭരണാധികാരിയായിരുന്ന വഘേല രാജവംശത്തിലെ റാണ വീർ സിംഗ് തൻ്റെ രാജ്യത്തെ ജലക്ഷാമം ഇല്ലാതാക്കാനായിട്ട് ഒരു പടിക്കിണർ നിർമ്മാണം ആരംഭിച്ചു. ഈ പദ്ധതി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അയൽ രാജാവായിരുന്ന മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബെഗ്ദ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആക്രമിക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന റൂദാബായിയെ
സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുകയും റൂദാബായിയെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവ് തുടങ്ങിവെച്ച പടിക്കിണറിൻ്റെ പണി പൂർത്തിയാക്കാമെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കാമെന്നും റൂദാബായി പറഞ്ഞു. അതിനെ തുടർന്ന് ഈ മുസ്ലിം രാജാവ് ഈ പടിക്കിണറിൻ്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി. പക്ഷേ തൻ്റെ ഭർത്താവിനെ കൊന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതിലും നല്ലത് ആത്മഹത്യയാണെന്ന് വിചാരിച്ച രാജ്ഞി ഈ പണിക്കിണറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു സാഡ് സ്റ്റോറി. ഏതായാലും മരിക്കാൻ തീരുമാനിച്ചു രാജ്ഞി. എന്നാൽ പിന്നെ ആ മഹമ്മൂദിനെ കൂടെ തീർത്തിട്ട് മരിക്കാൻ തോന്നിയില്ല. അതാണ് അതിലും വലിയൊരു അതിശയം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഉണ്ടോ? ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇതുണ്ട്. അവിടെ ഉണ്ടോ? ഏറ്റവും ആളുള്ള ഭാഗം കവർ ചെയ്ത് വെച്ചിട്ടോ. ബാക്കിയൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. ബാക്കി ഇതിലൂടെയൊക്കെ നടക്കാം വേണമെങ്കിൽ. ഇത് കണ്ടോ? അവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഈ ഭാഗത്താണ് കേട്ടോ കിണർ. അത് ഗ്രില്ല് വെച്ചേക്കുക, ഗ്രില്ലിട്ട് കവർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ പെട്ട് പോകട്ടോ. ഒരൊറ്റ ഹോട്ടൽ പോലും ഇല്ല എന്നുള്ളത്. ഹോട്ടലിൽ പോയിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു ബേക്കറി പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ അവസ്ഥ. ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ കറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു കൂൾ ബാർ കണ്ടത്. ഇവിടുത്തെ ലോക്കൽ ഫുഡായ ഒരു വടാപ്പാവും പിന്നെ മാഗിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. വടാപ്പാവ് ഞാൻ ഇതൊരു കഴിച്ചു നോക്കിയിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വടാപ്പാവ് തിന്നിപ്പോ കണ്ട വടാപ്പാവ്, ബ്രെഡ്, ബണ്ണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ വടാപ്പാവ്? വേറെ നമ്മൾ ട്രെയിനിൽ കണ്ട് വേറെ എന്തോ മാതിരി അറിഞ്ഞല്ലോ. ടോസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ്? കഴിച്ചു നോക്കിയിട്ട് ഇതിന് വലിപ്പമുണ്ടായി, ഭയങ്കര വലിപ്പമുണ്ടായി. ചെറിയ മണ്ണിന്റെ ടേസ്റ്റ് പറ്റുന്നത് നല്ല മധുരമുണ്ട്. ഞങ്ങളെ അദാലജ് സ്റ്റെപ്പ് വെല്ലിൽ നിന്ന് പോന്നു കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോന്നു. ഇതാണ് മെട്രോ, ഗുജറാത്ത് മെട്രോ.
എന്തിനാ വന്നതെന്ന് അറിയാമോ? അത് അവിടെ കണ്ട, ഇത് കണ്ട, കാണാൻ പറ്റുന്നുണ്ട്. നരേന്ദ്രമോദി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയിലെ അല്ല, ലോകത്തിലേക്ക് ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. 4,32,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്റ്റേഡിയമാണത്. നമുക്കിത് പുറത്തുനിന്ന് നട്ടാ കാണാൻ പറ്റുള്ളൂ, അകത്തേക്ക് എൻട്രൻസ് ഇല്ല. പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് പോകാന്ന് മാത്രമല്ലേ. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒന്ന് കാണണമല്ലോ എന്ന് ഓർത്ത് വന്നതാ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കാണാൻ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി ഒന്ന് കാണണമല്ലോ. ജസ്റ്റ് പുറത്തുനിന്നാണെങ്കിലും ഒന്ന് കണ്ടു പോകല്ലോ നിർത്തുന്നത്. ഇനി അടുത്തത് നമ്മൾ വിന്റേജ് കാർ മ്യൂസിയം ഉണ്ട് ഇവിടെ. ഒന്നൊരു 20 കിലോമീറ്റർ ഉണ്ട്, അവിടേക്ക് പോണേ. ഇതാണ്ടോ ഞങ്ങള് റെന്റിനെടുത്ത ബൈക്ക് ഡിയോ. 840 രൂപ കേട്ടോ. 2 ഹെൽമെറ്റും ഒരു ഹെൽമെറ്റ് ഒക്കെ ഓൾറെഡി ഉണ്ടാവും. എക്സ്ട്രാ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. 50 രൂപ പ്ലസ് ടാക്സും കൊടുക്കണം. ഈ വണ്ടി നമുക്ക് 120 കിലോമീറ്റർ വരെ ഓടിക്കാം. ഇപ്പൊ പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാണ്. ആള് മൈൻഡ് ചെയ്യണില്ല. ഹലോ ഹലോ, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടാക്കും. ഒരു 6 അടി പൊക്കം കൂടി. ഹായ്, ഒരു ഹായ് പറയാം. വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. ഇതുണ്ടോ, ഇതാ ഒരൊറ്റ കല്ല് മാറി ഇരുന്നുണ്ടല്ലോ, അത് സാൾട്ടാണ്. ഉപ്പ് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഹിമാലയൻ സാൾട്ട് എന്നാട്ടാ പറയുന്നത്. ഹിമാലയൻ സാൾട്ട് ഓറഞ്ച് കളറായത്, ഓറഞ്ച് അല്ല, ഒരു പിങ്ക് കളറായത്. അത് വിൽക്കാൻ വെച്ചേക്കണെയാണ്. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. വണ്ടി മാത്രം ട്രാക്ടറിന്റെ പുറകിൽ ഒരു ട്രെയിലർ ചെയ്തിട്ട് അതിന്റെ വിൽക്കാൻ വെച്ചേക്കണതാണ്. ആളെ ആരെങ്കിലും കണ്ടറിഞ്ഞ വില ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. ലാസ്റ്റ് അങ്ങനെ നമ്മളൊരു 10-20 കിലോമീറ്റർ ഓടി വിന്റേജ് കാർ മ്യൂസിയത്തിൽ എത്തിയിട്ടാണ്. വിന്റേജ് കാർ മ്യൂസിയം, അതിന്റെ എൻട്രൻസ് ആണിത്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇനി അവിടെ ഫുഡ് ഉണ്ടോയെന്ന് അറിഞ്ഞത്. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വന്നത്. പിന്നെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് കേട്ടോ. ലോട്ട് ഓഫ് സ്പേസ് ടു പാർക്ക് ബൈക്ക് ആൻഡ് കാർ കണ്ട. അവിടെയൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് കയറി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇതുണ്ട്, ഇത് അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. വിൻറ്റേജ് റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അവിടെ ഒരു മയിൽക്കുറ്റിയിൽ 0 കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ഇതേ അത് കണ്ടോ അവിടെ എന്താണെന്ന് നോക്കി. മയിൽ, 2 മയിലുണ്ട്. അല്ല 2 ഉണ്ടല്ലോ, അതെ കുറേ ആളുണ്ട്. കുറേ ഉണ്ട് അവിടെ, കുറേ മയിലുണ്ട് കേട്ടോ. കുറേ കിളികളും കാണാം. ഇതെന്ത് മരം അത്? പനയാ? അതാണ് തോന്നുന്നു കേട്ടോ. കാർ മ്യൂസിയം അല്ല, അതിൻ്റെ അകത്ത് അതാണ്. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇതെന്താ എഴുതിയേക്കണ? ഗുജറാത്തിലായതുകൊണ്ട് വായിക്കാൻ പറ്റണില്ല. ടിക്കറ്റ് ഒരാൾക്ക് 100 രൂപ കേട്ടോ ടിക്കറ്റ്. അതിൽ ഫോണിൽ ഫോട്ടോ എടുക്കണതിന് വെറും ഫോട്ടോ മാത്രം എടുക്കണതിന് 100 എക്സ്ട്രാ മേടിച്ചിട്ടോ. ഇനി ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 300 രൂപ മൊത്തം. തന്നെയുള്ള കാഴ്ച കണ്ടോന്നൊക്കെ ഒന്ന് പോയി നോക്ക്. ഇതേ കണ്ട, അവിടെ കിടക്കണുണ്ട കുറേ പഴഞ്ചൻ അപ്പൂപ്പന്മാർ. ഇത് കണ്ട ലഗോണ്ട. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ലഗോണ്ട വീട്. ഇവിടെ ഉണ്ടല്ലോ ടിക്കറ്റ് ചാർജ് 100 രൂപ ഒരാൾക്ക്. അതുകൂടാണ്ട് ഫോട്ടോ, സ്റ്റിൽ ഫോട്ടോ അതൊക്കെ ഫോണിൽ എടുക്കുന്നതിന് 100 രൂപ. വീഡിയോ എടുക്കാൻ പാടില്ല. മാത്രമല്ല അവിടെ ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ പുറകെ വരും കേട്ടോ. അപ്പോൾ പുറകെ വരും. അത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കാറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരായിരിക്കും വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ കാറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ യാതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ എടുക്കണ്ടോ ഫോട്ടോ എടുക്കണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തന്നെ യാതൊരു വിവരം ഇവിടെയുള്ള ആൾക്കാർക്ക് ആ കിടക്കുന്ന കാറിനെ സംബന്ധിച്ച് യാതൊന്നും പറയാനില്ല. ഒന്നും അറിഞ്ഞും കൂടാ. ഇതെന്തത്? ഇവിടെ ഗുജറാത്തിൽ ട്രാഫിക് ഇല്ല എന്ന് പറഞ്ഞ് പിൻവലിച്ചു കേട്ടോ. മൊത്തം ട്രാഫിക്, റാഷ് ഡ്രൈവിങ്, പേടിയാവും. ബൈക്ക് എത്രയും വേഗം ഞാൻ അവിടെ കൊണ്ട് എത്തിക്കരുത് പേടിച്ചിട്ട്. വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു റോട്ടിൽ കൂടെ. അമ്മാതിരി ഡ്രൈവിങ് അവരുടെ. അങ്ങനെ ഈ ഏരിയയുടെ ആണോന്ന് അറിയാൻ പാടില്ല, ഏരിയയിലെ ആൾക്കാരുടെ പ്രത്യേകതയാണോന്ന് അറിയാൻ പാടില്ല. ഇതുണ്ട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ വണ്ടി ഓടിക്കാനുണ്ടോ.
ഹെൽമെറ്റ് ഇല്ല, ആരുടെയും തല്ലില്ല. ബൈക്ക് എൻ്റെ പേടിച്ച് വിറച്ച് ബൈക്ക് ഒരു പ്രകാരം ഓടിച്ച് ഞങ്ങൾ റോയൽ ബ്രദേഴ്സിൻ്റെ ഓഫീസിൽ എത്തിച്ചിട്ടോ. അമ്മാതിരി ട്രാഫിക്, അമ്മാതിരി ഡ്രൈവിങ് ആൾക്കാരുടെ. റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ റാഷ് ഡ്രൈവിങ് പേടിയാവും. അമ്മാതിരി ഡ്രൈവിങ് ഓരോരുത്തരുടെ. അടൽ ബ്രിഡ്ജിന് തൊട്ട് മുമ്പുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് അത്. ടിക്കറ്റ് കൗണ്ടർ ബ്രിഡ്ജ് നേരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങനെ വരണം കേട്ടോ. ഇങ്ങനെ വന്ന് ഇവിടേക്ക് പോകണം കേട്ടോ. ഈ ഭാഗത്ത് അതെ ആ കാണാൻ ടിക്കറ്റ് കൗണ്ടർ ആക്കാൻ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകൾ. ഫ്ലവർ പാർക്ക് പ്ലസ് അടൽ ബ്രിഡ്ജ് അഡൽട്ടിന് 70 രൂപ, ചിൽഡ്രൻസിന് 40, സീനിയർ സിറ്റിസന് 40. പിന്നെ അടൽ ബ്രിഡ്ജ് മാത്രമാണെങ്കിൽ 50, 30, 30. ഫ്ലവർ പാർക്ക് മാത്രമാണെങ്കിൽ 40, 20, 20. അടൽ ബ്രിഡ്ജ് കണ്ടോ, പട്ടത്തിന്റെ ഇവിടെ ഒരു ഗുജറാത്തിലൊരു പട്ടത്തിന്റെ ഒരു മത്സരമുണ്ട്. അതിന്റെ ഒരു സ്മരണാർത്ഥാണ് ഇങ്ങനെ കൈറ്റിന്റെ ഒരു ആകൃതിയിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കണ്ടോ ബ്രിഡ്ജിന്റെ അകത്ത് കളർ ചേഞ്ച് ആവുന്നത് ഇപ്പൊ കണ്ടോ, ലൈറ്റ് മാറി മാറി പറഞ്ഞുണ്ട്. കണ്ടോ ഇതിന്റെ തൊട്ട് താഴെ ഇതാണ് സബർമതി റിവർ ഫ്രണ്ട്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നേരെ പാലത്തിന്റെ അടിയിലോട്ട് കയറാം കേട്ടോ. ജസ്റ്റ് അവിടം വരെ പോകാൻ പറ്റുള്ളൂ. നിന്നൊരു വ്യൂവിംഗ് ഗാലറി മാതിരി നോക്കി കാണാനേ പറ്റൂ. This is Atal. ആണ് അടൽ ബ്രിഡ്ജ്. അടൽ ബ്രിഡ്ജ് പട്ടങ്ങളാണ് ഈ കാണുന്നത്. മൊത്തം പല നിറങ്ങളിലുള്ള പല വർണ്ണങ്ങളിലുള്ള പട്ടങ്ങള്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. താഴേന്ന് ഒരു സ്റ്റെപ്പ് വരണമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ലായിരുന്നു. അത് കണ്ട അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഒരു ക്യാമറയിൽ ക്ലിയർ ആയിട്ട് എന്റെ കളർ കിട്ടില്ല. നല്ല വൈബാണ്ടോ, നല്ല രസം. ഒത്തിരി ആൾക്കാരുണ്ട്. നടുക്ക് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. നല്ല വ്യൂ. സബർമതി റിവർ കേട്ടോ, സബർമതി റിവർ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. കാരണം അതൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലാണ് ഇപ്പൊ ഞങ്ങള് ബൈക്ക് കൊണ്ട് അവിടെ പോയത്. ബൈക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ആ ബ്രിഡ്ജിൽ പോയത്. അതിന്റെ അപ്പുറം ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതാണ് നെഹ്റു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിന്റെ ഇപ്പുറമുള്ള ബ്രിഡ്ജ് ഇതാണ് അടൽ ബ്രിഡ്ജ്. ആ നെഹ്റു ബ്രിഡ്ജിന്റെ ആ സൈഡ് ആ ഭാഗത്തായിട്ടാണ് റോയൽ ബ്രദേഴ്സിന്റെ ഓഫീസ് ഉള്ളത്. അവിടെ ഇപ്പൊ ബൈക്ക് വെച്ച് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇവിടെ വരെ വന്നു. ഇവിടെ കൊണ്ടാക്കി. അപ്പൊ നമ്മള് ബ്രിഡ്ജിന്റെ ഏതാണ്ട് സെന്ററിൽ എത്തിട്ടോ. അതിന്റെ അകത്ത് കണ്ടോ, സെന്ററിന്റെ അകത്ത് ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മരം അല്ല, അതൊരു ചെറിയ എന്തോ ചെടിയാണ് കേട്ടോ. അതിന്റെ നടുക്കായിട്ട് ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. ഒരല്ല അപ്പുറം ഒരു ഐസ്ക്രീം പാർലർ കൂടെ ഉണ്ട്. ഇതെന്താന്നറിയാമോ, കാണിച്ചു തരാട്ടോ. താഴേക്ക് നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല. മങ്ങിപ്പോയി. ഇത് ആൾക്കാർ കയറി നടന്ന് മങ്ങിപ്പോയി. ഇത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. നേരത്തെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നദി കാണാൻ പറ്റുമായിരുന്നു. ഇതുണ്ട് ഇപ്പൊ കവർ ചെയ്ത് വെച്ചേക്കാം. നേരത്തെ തുടങ്ങിയ സമയത്ത് ഇത് ഗ്ലാസ് ബ്രിഡ്ജ് ഇത് കിട്ടുന്ന ആൾക്കാർക്ക് എന്താണ് സമ്മതിക്കേണ്ടായിരുന്നു എന്നാ പറഞ്ഞു. ഇപ്പൊ ഇത് കണ്ടത് മാതിരി ക്ലോസ് ചെയ്ത് വെച്ചേക്കാം ഗ്ലാസ് ബ്രിഡ്ജ്. ഇതുണ്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ വേറെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്.
സാധനത്തിൻ്റെ സ്പീക്കറിൽ കൂടെ ചെറിയ ലൈറ്റായിട്ട് മ്യൂസിക് കേൾക്കണ്ട കേട്ടോ. അടുത്ത ഫ്ലൈറ്റ് കൊണ്ടിട്ടോ സാധനം എന്താ എഴുതി വെച്ചിട്ടുണ്ട്. ഗുജറാത്തിലായതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അഹമ്മദാബാദിൽ നിറച്ച് പട്ടികളാണ്. എവിടെ നോക്കിയാലും പട്ടികൾ. അത് ചുമ്മാ അപ്പോൾ ഒരു പിച്ചപ്പട്ടികളെന്നല്ല, നല്ല ഒന്നാമത് തടിച്ച പട്ടികളല്ല. ചുമ്മാ ആൾക്കാരൊന്നും ഒരു പേടിയില്ല, നേരെ ഒന്ന് ആൾക്കാരുടെ മേത്തേക്ക് ചാടി കയറും. आजा 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 रे वाह सुमन नाम क्या है तुम्हारा हैं नाम क्या है तुम्हारा तू मोटा भाई है ना मोटा भाई मोटा इतना मोटा हो गया कैसा इतना मोटा कैसा हो गया तू जा रहा है आ जाओ ना ഓ മലയാളം പോലത്തെ എടാ മലയാളത്തിൽ പറയാം നീ വാ അന്ന് ചോദിക്കട്ടെ അവനത് ഇഷ്ടപ്പെട്ടു ആ നോൺ വെജ് അതൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അവന് ഇഷ്ടപ്പെട്ടത്. ബെസ്റ്റ്. അടൽ ബ്രിഡ്ജിന്റെ തൊട്ട് താഴെയായിട്ട് ആ എൻട്രൻസിന്റെ അടുത്തായിട്ട് ഇതുപോലെ കുറെ സ്നാക്സ് ചെയ്യുന്നുണ്ടാവും. സാൻഡ്വിച്ച്, പപ്സ് അങ്ങനെയൊക്കെ. പിന്നെ തൊട്ടിപ്പുറേ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇവിടെ ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടു. ആദ്യം 2 സമൂസ വാങ്ങിച്ചു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഒരു സുഖമായിട്ടില്ല കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ വില എത്ര വലിയൊന്നുമില്ല, 120 രൂപ സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. ഇതുണ്ടോ ഫ്ലവർ പാർക്ക് എന്നുള്ള അടൽ ബ്രിഡ്ജിൻ്റെ വ്യൂ. ഇതുണ്ടോ ഫ്ലവർ ഗാർഡനിൽ കൂടെ നടന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു കേട്ടോ. നടന്ന് ഇങ്ങനെ പോന്നു, ഇങ്ങേറ്റം വരെ പോന്നു. ഓക്കെ, അങ്ങനെ അടൽ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഓട്ടോയിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു സാഹസിക റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. സാഹസിക റൈഡ് അമ്മയൊരു റൈഡാണ്. പേടിയോ അതേ സമയം ഇച്ചിരി ട്രാഫിക് കുറവുണ്ട് കേട്ടോ. നേരത്തെ അങ്ങനെയല്ല, ഒരു ഈവനിങ്ങിലായി അതിൻ്റെ ആ ഈവനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്. അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ കാലിയായിരിക്കും, ഉച്ച സമയത്തൊക്കെ റോഡ് കാലിയായിരിക്കും. ഇതുണ്ട് അവിടുത്തെ അവസ്ഥ. കോണടിയോട് കോണടി മണ്ണിട്ട് കേട്ട കുറേ അതാണ്ടോ റൈഡ് ഇത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് പോകുന്നതിന് വേറെ പണിയല്ല. ക്ലോസ് ചെയ്യാൻ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്തൊരു ഷോപ്പിൽ വന്നിട്ടോ. ഒരു വടാപാവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വടാപാവ്. പിന്നെ ഇതിന് എന്തായിട്ട് പേര്? അമ്മാൻ അമ്മാൻ KHAMAN അമ്മാൻ. എല്ലാത്തിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടുണ്ട്. ഇതെന്താ സാധനം? കടലമാവാണോ? ആണോ? മധുരാണോ? ഇത് പിന്നെ ബ്രെഡ്. ബ്രെഡ് പിന്നെ ഇതിന്റെ കൂടെ പച്ചമുളക് നല്ല പച്ചമുളക്. അത് കൂടാണ്ട് ഒരു 2 ഇഡ്ഡലിയും പറഞ്ഞിട്ടുണ്ട്. മൊത്തം 120 ആയിട്ടാ. ഇത് 30, ഇത് 40, പിന്നെ 2 ഇഡ്ഡലി 60. 2 ഇഡ്ഡലി സാമ്പാർ 60. അങ്ങനെ 120. എരിവുണ്ടോ മുളകിന്? നോക്കി മുളക് നോക്കി. എരിവുണ്ടോ? ഇല്ലേ? എരിവില്ല? എന്ത് മുളകത്? ഫേവറേറ്റ് വടാപാവ്. എരിവില്ല പറഞ്ഞ ഇത് വെജ് മുളകിന്റെ ചെറിയ രൂപം. ഇതിലുണ്ടോ? സെൽഫ് സർവീസ് ആണ് ഇവിടെ. ഓർഡർ ചെയ്യുക, പോയി എടുത്തിട്ട് വരിക. ഇതിൽ വന്നിട്ട് My favorite idli, my favorite is ഇതെന്താണ് വടാപാവ്. ഇത് കഴിച്ചു നോക്കിട്ടില്ല കേട്ടോ.
ഉപ്പുണ്ടല്ലോ, ഉപ്പ് പുളിയോ എനിക്ക് ഇഷ്ടമായില്ല. മധുരമല്ല, അതിനകത്ത് മധുരം ഇതിനകത്ത് ഒരു സൈഡും പിന്നെ ഇതിന്റെ കൂടുതലാണ് ഇതിനകത്ത്. ഒരു സൈഡില് ഞാനെന്താ പറയുക, മധുരമല്ല. ഇവിടെ ഉണ്ടല്ലോ ഗുജറാത്തില് മദ്യ നിരോധനമുള്ള ഏരിയ, മദ്യം കിട്ടൂല. പക്ഷെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ സാധാരണക്കാരായ ആൾക്കാർ വരെയും കൊണ്ടുനടക്കുന്ന ബാഗ് കണ്ടോ, ഇതൊരു സിൽവർ പാൻ മസാലയുടെ ബാഗാണ് കൊണ്ടുവരുന്നത്. ഇത് അവിടെ കണ്ടോ, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിന്റെ കോച്ച് പൊസിഷൻ കാണിക്കുന്നുണ്ട്. ആ ട്രെയിനിന്റെ നമ്പറും അതിനുശേഷം അവിടെ വരുന്ന ആ പൊസിഷനിൽ തന്നെ കോച്ച് ഏതാണെന്ന് കാണിക്കും കേട്ടോ. അപ്പൊ പിന്നെ വന്ദേ ഭാരതിന് വേറെ, മെമുവിന് വേറെ, അങ്ങനെ തന്നെ വേറെ കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കൂടി ഈ ഇലക്ട്രോണിക് ബോർഡിൽ ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റും. ആ ട്രെയിനിന്റെ ഏത് ട്രെയിനാണോ വന്നതെന്ന് വെച്ചാൽ ആ ട്രെയിനിന്റെ നമ്പറും കോച്ചിന്റെ പൊസിഷനും കാണിക്കും. അതും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്താ, അത് നല്ല ഒരു ഐഡിയ അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ആലുവയിൽ കണ്ടില്ലേ, അല്ല എറണാകുളത്ത് കണ്ടില്ലേ, വന്ദേ ഭാരതിന് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വേറെ ഒരു ബോർഡ്, പിന്നെ മെമുവിന് ഒരു ബോർഡ്, പിന്നെ സാധാരണ ട്രെയിനുകൾക്ക് ഒരു ബോർഡ്, അങ്ങനെ ഓരോന്നിനും വേറെ വേറെ ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ 8-9 പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ട് ഇവിടെ. ഇനി ഇതിന്റെ ഇരട്ടിയും വരും, വീതിയും കൂടും, റെയിൽവേ സ്റ്റേഷന്റെ വീതിയും കൂടും. ബുള്ളറ്റ് ട്രെയിൻ അടക്കം വരുമ്പോ പിന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും അതിൻ്റെതായ സെറ്റപ്പും എല്ലാം വ്യത്യാസം വരും. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 7 പോവാൻ കേട്ടോ. ഇപ്പോൾ സമയം 10:06, 10:55 ട്രെയിൻ. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോട്ടെ. ഇതുകൊണ്ട് ആ ഓവർ ബ്രിഡ്ജാ, എത്ര ദൂരൊക്കെയാന്ന് നോക്കി, അത് അറ്റം വരെ ഉണ്ടത്. സ്റ്റെപ്പാണ് കേട്ടോ. ഇപ്പൊ ഉണ്ടായാലും ചോന്നിറക്കണം. അയ്യോ, ഇത് ചോന്നിറക്കണം. ഇതിനെ കാണാൻ കുറെ നാളായിട്ട് നോക്കി എടുക്കണം. ഓറഞ്ച് വന്ദേ ഭാരത്. ഓ, ലൈറ്റൊക്കെ മിന്നിച്ചിങ്ങനെ കിടക്കുകയാണ്. സൂപ്പർ. ഇത് എടുത്തു മാറ്റാവുന്ന ഭാഗമാട്ടോ ഫ്രണ്ടിലേത്. ഇന്ത്യൻ റെയിൽവേ എന്നാണ് എഴുതിയിട്ടുണ്ട്. പിന്നെന്താ, വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇവിടെ ഇരിക്കുന്നത് പൈലറ്റും ട്രെയിൻ മാനേജറും കേട്ടോ. ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആള്, പൈലറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ആളാട്ടോ. ഇത് C1 ഷെയർ കാറാണ് കേട്ടോ, ഷെയർ കാർ. 50 വരേണ്ട ഗുജറാത്ത് മേൽ ഇതേ വന്നിട്ടുണ്ട്. അയ്യോ, 10:10 ആയുള്ളൂ, 10:10. അതെ, S4 സ്ലീപ്പർ കോച്ച് എടുത്തേക്കുന്നത്. അതെന്താന്ന് വെച്ചാല് ട്രെയിന് ഷണ്ടിങ് ചെയ്ത് കൊണ്ട് നിർത്തിയേക്കണേ. ഇപ്പൊ കാണാം, ട്രെയിനിങ് ഷണ്ടിങ് ചെയ്ത് കൊണ്ട് നിർത്തിയേക്കണേ. അതിന്റെ വണ്ടിയിൽ ആളില്ല, ജസ്റ്റ് എല്ലാ ഡോറും അടച്ചിട്ട് കുറച്ച് നേരം തുറക്കുള്ളൂ. ഇപ്പോഴൊന്നും തുറക്കില്ല. 10:50 കഴിഞ്ഞാൽ വണ്ടി എടുക്കുള്ളൂ. കുറെ നേരം കഴിഞ്ഞാൽ ഡോർ തുറക്കുള്ളൂ. അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തേക്കുക. ഇപ്പൊ സമയം 10:27 ആയിട്ടുള്ളൂ കേട്ടോ. 10:27, 10:59 വണ്ടി എടുക്കുക. ഇനി ഒത്തിരി സമയമുണ്ട്. വണ്ടി ഷണ്ടിങ് ചെയ്ത് കൊണ്ടിട്ടേക്കണേയാണ്. ഒരാളുടെ മുകളിൽ കയറി സീറ്റ് പിടിച്ചു. ട്രെയിൻ ഏതായാലും 11 മണിയായിട്ടാ പുറപ്പെടുള്ളൂ. അന്നേരം വെറുതെ അതിൻ്റെ അകത്ത് കയറുന്നിട്ട് എന്താ കഴിച്ചാൽ ഏതായാലും സീറ്റ് പിടിച്ചിട്ടുണ്ട്. അതെവിടെ സീറ്റ് എവിടെയാ? ഇവിടെ ഇത് 41, 48, 33, 40. ഇവിടെയല്ല, 51 ഇതാ, ഇവിടെയാണ് സീറ്റ്. ഇതിന്റെ ഇടയ്ക്കാണ് സീറ്റ്. 19, 63, പുതിയ കോച്ചൊക്കെ. പക്ഷെ എങ്കിൽ ഒരു മെനയില്ല. അവിടെ ഇതൊക്കെ തുരുമ്പ് പിടിച്ചു തുടങ്ങി. അവിടെ മോളിലത്തെ ബർത്തിലെ കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. എന്താ രഞ്ജനായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്, ചിരിക്കുന്ന കേട്ടോ. ഷൈകാൻ കൊടുത്തിട്ട് ഉണ്ടോ, കൈ കൊണ്ടുണ്ടോ. ആർക്കും ഭയങ്കര ഹാപ്പിയാ. അങ്ങനെ ഓൺ ടൈം രാത്രി 12:20 ഞങ്ങൾ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. गाड़ी संख्या 12902 अहमदाबाद से चलकर दादर को जाने वाली गुजरात में प्लेटफॉर्म नंबर 1 पर आ रही है। यह गाड़ी में सभी जनरल डिब्बे पीछे की तरफ है। यात्रीगण कृपया ध्यान दें, गाड़ी संख्या 12902 अहमदाबाद से चलकर दादर को जाने वाली गुजरात में प्लेटफॉर्म नंबर 1 पर आ रही है। यह गाड़ी में सभी जनरल डिब्बे पीछे की तरफ है।
9 ഇതുണ്ടോ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് റൂം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഡീലക്സ് റൂമാണ്. യെസ്, ഇതുണ്ടോ എല്ലാ ഫെസിലിറ്റിയുള്ള റൂം ആയിരുന്നു. നമുക്ക് 7 മണിക്കൂറിന് 808 രൂപയാണ് കിട്ടിയ സോഫ, പിന്നെ ടിപ്പോ, ബെഡ്, കെറ്റില്, അതുകൊണ്ട് ഒരു ഫ്രിഡ്ജ്, അലമാര, TV, പിന്നെ അതുകൊണ്ടാണ്ട് ബാത്റൂമിൽ ഗീസറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റിട്ടയർമെൻറ്റ് കൊടുത്തിട്ട് വഡോദര റെയിൽവേ സ്റ്റേഷനിൽ എന്താ അവിടെ ജനൽ തുറന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അത് കണ്ട താഴെ ഒരു ട്രെയിൻ എടുക്കണം, അവിടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ എടുക്കണം, പിന്നെ 2 ട്രെയിൻ എടുക്കുന്നുണ്ട്. അനൗൺസ്മെൻറ്റ് എന്നാലും ജനൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അത്ര വലിയ സൗണ്ടില്ല കേട്ടോ. ഇതിപ്പോൾ സമയം 2 മണിയാവാറായി, ഉറക്കം മണിയുണ്ട്, കിടന്നുറങ്ങാൻ പോവുക. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞു, ചെക്കൗട്ട് ചെയ്യാണ്. ബസ് സ്റ്റേഷൻ, സെൻട്രൽ ബസ് സ്റ്റേഷൻ വഡോദര. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ഞങ്ങൾ ബസ്സിലാണ് പോകണേ ഏകതാ നഗറിലേക്ക്. അതാ ബസ് വരുന്നുണ്ട്, ഗുജറാത്ത് RTC. ഇവിടുത്തെ ബസ്സിലാണ് പോകണം. രഞ്ജിനി ഇന്നലെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ കാല് ചെറുതായിട്ട് ഒരു നീലൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ചാടി നടക്കുന്നത്, അതുകൊണ്ട് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ PVR സിനിമാസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് അതാണ് ഏറ്റവും വലിയൊരു ടാക്സി. ബസ് സ്റ്റോപ്പിലേക്കുള്ള എൻട്രൻസ് റെയിൽവേ സ്റ്റേഷനിൽ കയറണ മാതിരിയാണ് കേട്ടോ. അടിപൊളി, നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ ടെർമിനൽ. മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റണേ. ഒരാൾ ചട്ടി വന്നിട്ട് ഇനി ഇവിടുന്ന് ഏകതാ നഗർ പോകണ ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. GSSലെ ബസ്സുകളുണ്ടോ, നമ്മളവിടുത്തെ പ്രൈവറ്റ് ബസ് നൽകിയ ഏകതാ നഗർ പോണ എവിടെയാണെന്ന് ഒരു വണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ കൊണ്ടുവരും 20ാമത്തെ നമ്പറിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ. ഓരോരുത്തരും ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോണ വണ്ടികളുടെ ഡീറ്റെയിൽസും ഉണ്ട്. 20ാമത്തെ അടുത്ത് പോകണം, 20ാമത്തെ നമ്പറിലേക്ക് പോകണം. സ്ക്രീനൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഗുജറാത്തി ഒന്നും മനസ്സിലാവണില്ല. ഇതെല്ലാം ഗുജറാത്തി, ഒന്നും മനസ്സിലാവണില്ല, ഇംഗ്ലീഷ് ഒന്നുമില്ല. 20 അറിയാനായിട്ട് ഇവിടെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞേക്കാം. ഒരു ബസ് എടുത്തു കേട്ടോ, GSRTC. പുതിയ മോഡലാണ് കേട്ടോ. അപ്പുറം ഇച്ചിരി പഴയതാണ് കേട്ടോ. ഇതൊക്കെ പുതിയത് 2023. ഇതുണ്ടോ, ബീച്ച് നമ്പർ 19, 18, 17. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടോ ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. കണ്ടോ നമ്മൾ മലയാളം ബസ്സാണ് കേട്ടോ. മലയാളം ബസ് കണ്ട എല്ലാവരും മലയാളം കണ്ട നോക്കട്ടോ. അതെ, മലയാളം വാർഷിക ഇൻക്രിമെൻറ്റ് തീയതി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ. തൊട്ടപ്പുറത്ത് ഗുജറാത്തിലെ എഴുതണേ, പക്ഷെ എനിക്ക് വായിക്കാൻ പാടില്ല. പക്ഷെ നോക്കിയോ, കണ്ടോ അപ്പനോ രാജസ്ഥാനെ നയിക്കുന്നു, ജീവനക്കാരുടെ ക്ഷേമം. തൊട്ട് മുകളിൽ കണ്ടോ അതെ വിമൽ. അതിൻ്റെ മലയാളത്തിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, LIGO. സിഗരറ്റിൻ്റെ പരസ്യമൊന്നും അവിടെ കേരളത്തിൽ പറ്റുമല്ലോ. ഇവിടെ നേരെ പാൻപരാഗിൻ്റെ ഇതൊക്കെ പരസ്യമാണ് ഇവിടെ. ഗതാഗത നമ്പർ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഗേറ്റ് ബുക്കിംഗ് വെബ്സൈറ്റ് പകുതിയിലോട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ 1-2 ബോർഡ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവത്തില്ല, എന്താ നോക്കട്ടോ. ഓക്കെ, വക്കോഡിയ, ഷിനോർ, കാർവാർ, ഗോ, നരേശ്വർ, മോട്ടോർ, പിന്നെ നിസാർ, ഷിർപൂർ, നവകം, ഡാം, കരാരി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വാഗ്ര, കടപ്പാട്, വഡോദര ഡിപ്പോസിറ്റി. ശരി, ബോർഡ് വെച്ചത് യെസ്. ഭദ്രാവ, സാവളി, രാജപീഹ, മൻസാർ, ദഭോയ്, നഗ്ല, വദ്ധ, ജംബുസാഗർ, കരജൻ, ചനോജ്.
ഇവിടെ എന്തോ കാണിക്കണ്ടേ, അത് വായിക്കാൻ പറ്റും നോക്കാം. അത് ക്ലിയർ ആയിട്ട് കിട്ടാനില്ല കേട്ടോ, ഗൂഗിളിൽ മനസ്സിലാവുള്ളത്. MH ഗാഡി വന്നിട്ടുണ്ട് കേട്ടോ. MH ഗാഡി മഹാരാഷ്ട്ര സർക്കാരിന്റെ സർക്കാർ ബസ്സാന്ന് തോന്നുന്നു. ഏത് MH-BL, MH-20BL. എന്ത് ഇത് എങ്ങനെ ഇത് ഓടിക്കണത്, എത്ര പഴയതാന്നേക്ക്. എപ്പോ വന്നാന്ന് പറയുമ്പോ ഒരു 3/4 മണിക്കൂറായിട്ടായി അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കണം. വണ്ടിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്ന് കണ്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. സമയം പോണ്ടേ. ഒരു മണിക്കൂർ കാത്തിരുന്നിട്ട് കേവടിക്ക് വല്ല ബസ് വന്നിട്ട് കേട്ടോ. കേവടിയ പുഷ്പ സീറ്റൊക്കെ ഉള്ള ടൈപ്പ് ബസ്സാണ്. പുഷ്പ ഒക്കെ ഉണ്ട്.